BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈനിൽ നിരവധിയിടങ്ങളിൽ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പലപ്പോഴും കടുത്ത നിയമലംഘനങ്ങളാണ് നടക്കുന്നതെന്ന് നോർത്തേൺ മുനിസിപ്പൽ കൗൺസിൽ അംഗം അബ്ദുള്ള അൽ ബുഖൈസി ചൂണ്ടിക്കാണിക്കുന്നു. തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകളിൽ നിർദ്ദേശിക്കപ്പെടുന്ന പല കാര്യങ്ങളും പ്രാവർത്തികമാക്കുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. ഒന്നിലധികം വ്യക്തികളെ ചെറിയ മുറികളിൽ കുത്തിനിറച്ച നിയമം ലംഘിക്കുന്നു. തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ കർശനമായി നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു മുറിയിൽ 8-ൽ കൂടുതൽ തൊഴിലാളികൾ താമസിക്കരുതെന്നും ഓരോ വ്യക്തിക്കും കുറഞ്ഞത് 4 ചതുരശ്ര മീറ്റർ വ്യക്തിഗത സ്ഥലത്തിന് അർഹതയുണ്ടെന്നുമാണ് നിയമം എന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ പലപ്പോഴും ശരിയായ വായുസഞ്ചാരവും മതിയായ വെളിച്ചവും ഇല്ലെന്നും രോഗം പടരുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും അൽ ബുഖൈസി ചൂണ്ടിക്കാട്ടുന്നു. മുറികളിലും ഇടനാഴികളിലും പാചക അടുപ്പുകളോ ഇന്ധനങ്ങളോ സ്ഥാപിക്കുന്നത് കർശനമായി നിരോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പല ക്യാമ്പുകളിലും മൃഗങ്ങളെയോ പക്ഷികളെയോ വളർത്തുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവ നിരോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അവിവാഹിതരായ ആളുകൾക്ക് താമസിക്കാൻ പ്രത്യേകം സ്ഥലങ്ങൾ നിർദ്ദേശിക്കണമെന്നും കുടുംബമായി താമസിക്കുന്നിടങ്ങളിൽ ബാച്ചിലർമാരെ താമസിക്കുന്ന പ്രവണത മാറ്റണമെന്നും കൗൺസിലർ നിർദ്ദേശിക്കുന്നു. പ്രദേശവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് മെച്ചപ്പെട്ട മേൽനോട്ടത്തിനായും പൗരന്മാർക്ക് പരാതികൾ അറിയിക്കാൻ ഹോട്ട്ലൈൻ സ്ഥാപിക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു. ബഹ്റൈനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക പരിപാടികളിലൊന്നായ മറൈൻ ഹെറിറ്റേജ് മത്സരം ഈ മാസം ആരംഭിക്കും. മത്സരത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി സംഘാടകർ അറിയിച്ചു. ബഹ്റൈൻ ഇൻഹെറിറ്റഡ് ട്രഡീഷണൽ സ്പോർട്സ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മത്സരം നവംബർ വരെ തുടരും. ബഹ്റൈന്റെ സമുദ്ര പൈതൃകത്തെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ഈ മത്സരത്തിൽ മത്സ്യബന്ധനം, നീന്തൽ, തുഴച്ചിൽ തുടങ്ങിയ പരിപാടികൾ ഉൾപ്പെടുന്നു. ഈ വർഷത്തെ പതിപ്പിൽ 4 പ്രധാന മത്സരങ്ങളാണ് നടക്കുകയെന്ന് മൗറൂദ് ബോർഡ് അംഗം മുഹമ്മദ് അൽ ഗൽഫാൻ പറഞ്ഞു. ഓപ്പൺ സ്വിമ്മിംഗ്, ഹഡാക്ക് ഫിഷിംഗ് മത്സരം, അണ്ടർ വാട്ടർ ബ്രെത്ത് ഹോൾഡിംഗ് മത്സരം എന്നിവയ്ക്കൊപ്പം ജനപ്രിയ തുഴച്ചിൽ മത്സരവും തിരിച്ചുവരുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ഇന്ത്യയുടെ 77ാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 15 രാവിലെ 7 മണിക്ക് ബഹ്റൈൻ ഇന്ത്യൻ എംബസിയിൽ പതാക ഉയർത്തൽ ചടങ്ങ് നടക്കും. ഇതിനായി ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ എല്ലാ അംഗങ്ങളും രാവിലെ 6:45 എത്തണമെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 77ാം വാർഷികത്തോടനുബന്ധിച്ച് IYCC ബഹ്റൈൻ മുഹറക് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓൺലൈൻ പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന വിഷയത്തിൽ 3 വിഭാഗങ്ങളായി തിരിച്ചാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. 18 വയസ്സിന് മുകളിലുള്ളവർ സീനിയറായും 10 മുതൽ 18 വരെയുള്ളവർ ജൂനിയറായും 10 വയസ്സിന് താഴെയുള്ളവർ സബ് ജൂനിയറായും തിരിച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 3 മിനിറ്റിൽ കൂടാത്ത പ്രസംഗ വീഡിയോ ഓഗസ്റ്റ് 16 രാത്രി 10 മണിക്ക് മുൻപായി 39956325 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയക്കേണ്ടതാണ്. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി 39 95 63 25 എന്ന നമ്പറിലോ 33 24 91 81 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും IYCC മുഹറക് ഏരിയ പ്രസിഡന്റ് മണികണ്ഠൻ ചന്ദ്രോത്ത്, സെക്രട്ടറി നൂർ മുഹമ്മദ്, ട്രഷറർ ഷഫിയോൺ കബീർ എന്നിവർ അറിയിച്ചു. 7 ആർട്സ് കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ മനാമ അൽ ഹിലാൽ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് നടത്തിയ മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി. നിരവധി ആളുകൾ പങ്കെടുത്ത മെഡിക്കൽ ക്യാമ്പിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സൗജന്യ കൺസൾട്ടേഷനും അൽ ഹിലാൽ ഹോസ്പിറ്റൽ ഒരുക്കിയിരുന്നു. മെഡിക്കൽ ക്യാമ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ICRF ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ നിർവഹിച്ചു. പ്രസിഡന്റ് ജേക്കബ് തേക്കുതോടിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജനറൽ സെക്രട്ടറി ചെമ്പൻ ജലാൽ സ്വാഗതവും ബൈജു മലപ്പുറം നന്ദിയും രേഖപ്പെടുത്തി. സംഘടനയുടെ ചെയർമാൻ മനോജ് മയ്യന്നൂർ, ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത്, ബഹ്റൈൻ ലീഗൽ സെൽ കൺട്രി ഹെഡ് സുധീർ തിരുനിലത്ത്, സാമൂഹിക പ്രവർത്തകനായ EV രാജീവൻ, കോഴിക്കോട് അസോസിയേഷൻ സെക്രട്ടറി ജ്യോതിഷ് പണിക്കർ, OACC മലപ്പുറം ജില്ലാ പ്രസിഡന്റ് റംഷാദ, VC ഗോപാലൻ, ICF കമ്മിറ്റി മെമ്പർ അഷ്റഫ്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ നൌഫൽ സലാഹുദ്ദീൻ, മാർക്കറ്റിംഗ് ആൻഡ് ഇൻഷുറൻസ് ഹെഡ് ഉണ്ണികൃഷ്ണൻ, ബ്രാഞ്ച് ഹെഡ് ഷഫീൽ, പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ സത്യൻകാവിൽ, തോമസ് ഫിലിപ്പ്, ലേഡീസ് വിംഗ് കോർഡിനേറ്റർ മിനി റോയ്, അൻവർ നിലമ്പൂർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സാമൂഹിക പ്രവർത്തകരായ മോനി ഒടികണ്ടത്തിൽ, ബിനു കുന്നന്താനം, സൽമാൻ ഹാരിസ്, ദീപക് തണൽ തുടങ്ങിയവർ മെഡിക്കൽ ക്യാമ്പ് സന്ദർശിച്ചു. മെഡിക്കൽ ക്യാമ്പുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾക്ക് ദാനിയേൽ പാലത്തുംപാട്ട, വൈസ് പ്രസിഡന്റ് MC പവിത്രൻ, അജി പി ജോയ് തുടങ്ങിയവരും അൽ ഹിലാൽ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. IYCC ബഹ്റൈൻ ഏരിയ കൺവെൻഷനുകൾക്ക് ഹിദ് അറാദ് ഏരിയയിലൂടെ തുടക്കമായി.
IYCC ഹിന്ദ് അറാദ് ഏരിയ പ്രസിഡന്റ് റോബിൻ കോശിയുടെ അധ്യക്ഷതയിൽ IYCC ബഹ്റൈൻ ദേശീയ ഉപാധ്യക്ഷൻ ഷംഷാദ് കാക്കൂർ ഉദ്ഘാടനം നിർവഹിച്ചു. മിൽക്കെ ചലോ എന്ന പേരിൽ ഹിന്ദ് മിഡിൽ ഈസ്റ്റിൽ ഹോസ്പിറ്റൽ ഹാളിൽ വെച്ച് നടന്ന പരിപാടി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മൗന പ്രാർത്ഥനയോടെയാണ് ആരംഭിച്ചത്. IYCC ബഹ്റൈൻ മുൻ ദേശീയ പ്രസിഡന്റ് ബേസിൽ നെല്ലിമറ്റം മുഖ്യപ്രഭാഷണം നടത്തി. ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ചടങ്ങിൽ സാമൂഹിക നന്മയ്ക്ക് സമർപ്പിത യുവത്വം എന്ന സംഘടന ആപ്തവാക്യത്തെക്കുറിച്ച് IYCC ബഹ്റൈൻ ദേശീയ ട്രഷറർ ബെൻസി ഗനിയുടെ വാസ്റ്റിൻ സംസാരിച്ചു. പ്രവർത്തകർക്ക് ആരോഗ്യ വിഷയങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടക്കുന്നതിനായി ഡോക്ടർ ജെയ്സ് ജോയുടെ നേതൃത്വത്തിൽ ഡോക്ടർ ടോക്കും പരിപാടിയുടെ ഭാഗമായി നടന്നു. സംഘടനയുടെ പുതിയ മെമ്പർഷിപ്പ് കാർഡുകൾ ഏരിയയിലെ സീനിയർ മെമ്പർമാരായ നിസാം NK, മനോജ് അപ്പുകുട്ടൻ, ഷെറിൻ ജോർജ് എന്നിവർക്ക് ഷംഷാദ് കാക്കൂർ, രഞ്ജിത്ത് മാഹി, ബേസിൽ നെല്ലിമറ്റം എന്നിവർ ചേർന്ന് നൽകി. ഏരിയ കമ്മിറ്റി ഓൺലൈനിലൂടെ നടത്തിയ ബ്രെയിൻ ബസ്റ്റഡ് ക്വിസ് മത്സരത്തിൽ ആദ്യ സ്ഥാനം നേടിയ നിസാം NKയ്ക്കും രണ്ടാം സ്ഥാനം നേടിയ രാജേഷ് പന്മനിക്കുമുള്ള സമ്മാന വിതരണവും നടത്തി. ചേർത്തലയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് യുവതി മരിച്ച സംഭവത്തിൽ വില്ലൻ തുമ്പപ്പൂവല്ലെന്ന് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ദിവസം ചേർത്തല സ്വദേശിയായ 42-കാരി ജെ ഇന്ദു മരിച്ചത് തുമ്പപ്പൂവ് തോരൻ കഴിച്ചതിനെ തുടർന്നാണെന്ന സംശയം ബന്ധുക്കൾ ഉന്നയിച്ചിരുന്നു. തോരൻ കഴിച്ച മറ്റ് ബന്ധുക്കൾക്ക് ഇതുവരെയും ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിട്ടില്ല. അതിനാലാണ് ഇന്ദുവിന്റെ മരണത്തിൽ വില്ലൻ തുമ്പപ്പൂവല്ലെന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. യുവതിക്ക് പ്രമേഹം, തൈറോയിഡ് തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഡോക്ടർ പറയുന്നു. വ്യാഴാഴ്ച രാത്രിയാണ് ഇന്ദു തുമ്പ് ഉപയോഗിച്ച് തയ്യാറാക്കിയ തോരൻ കഴിച്ചത്. ഇതേ തുടർന്ന് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. വെള്ളിയാഴ്ച എറണാകുളം സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു യുവതിയുടെ മരണം. ബന്ധുക്കളുടെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ഭക്ഷ്യവിഷബാധയെന്ന് സൂചിപ്പിച്ചാണ് FIR രജിസ്റ്റർ ചെയ്തത്. മുലപ്പാൽ ശ്വാസകോശത്തിൽ കയറി പിഞ്ചു കുഞ്ഞു മരിച്ചു. എട്ടേനാൾ മുണ്ടക്കൽ ഉന്നതിയിൽ രാജുവിന്റെയും ശാന്തയുടെയും 2.5 മാസം പ്രായമുള്ള ആൺകുഞ്ഞാണ് മരിച്ചത്. കുഞ്ഞ് അവശ്യനിലയിലാണെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ഞായറാഴ്ച രാവിലെ കോളനിയിലെത്തിയ വെള്ളമുണ്ട പോലീസ് വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ഇതിനിടെ ഭർത്താവ് രാജു മദ്യലഹരിയിൽ കുട്ടിയെ ചവിട്ടിയതായി ശാന്ത പരാതി ഉന്നയിച്ചിരുന്നു. തുടർന്ന് രാജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡോക്ടർമാരുടെ പരിശോധനയിൽ ശരീരത്തിൽ മുറിവോ പരിക്കുകളോ ഉണ്ടായിരുന്നില്ല. പോസ്റ്റ്മോർട്ടത്തിൽ മുലപ്പാൽ ശ്വാസകോശത്തിൽ കയറി കുഞ്ഞു മരിച്ചതാണെന്നും ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. ആലപ്പുഴയിൽ മാതാവ് കൊലപ്പെടുത്തിയ സുഹൃത്ത് മറവ് ചെയ്യുകയായിരുന്നുവെന്ന് കരുതുന്ന നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. തകഴി വണ്ടേപ്പുറം പാടശേഖരത്തിലെ തെക്കേ ബണ്ടിന് സമീപത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ യുവതിയെയും സുഹൃത്ത് തോമസ് ഔസേപ്പ്, സഹായി അശോക് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തോമസ് ഔസേപ്പാണ് മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം പോലീസിന് കാണിച്ചു കൊടുത്തത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം സുഹൃത്തിന് കൈമാറുകയും ഇയാൾ തകഴിയിലെ വീടിനടുത്ത് മറവ് ചെയ്തെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൊഴികളിൽ പൊരുത്തക്കേടുള്ളതിനാൽ കൂടുതൽ സ്ഥിരീകരണം ആവശ്യമാണെന്നും പോലീസ് അറിയിച്ചു. പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ചതാണോ അതോ കൊലപ്പെടുത്തുകയായിരുന്നോ എന്നീ കാര്യങ്ങൾ വ്യക്തതയ്ക്ക് കാത്തിരിക്കുകയാണ്. രക്തസ്രാവമുണ്ടായതിനെ തുടർന്ന് യുവതി ആശുപത്രിയിൽ ചികിത്സ തേടിയതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിച്ചെന്നാണ് യുവതി ആദ്യം മൊഴി നൽകിയത്. പിന്നീടാണ് കുഞ്ഞിനെ ആൺസുഹൃത്തിന് കൈമാറിയെന്ന് തുറന്നു പറഞ്ഞത്. മലപ്പുറത്ത് മലയോരത്ത് പെയ്ത ശക്തമായ മഴയെ തുടർന്ന് കരുവാരക്കുണ്ടിൽ പുഴകളിലും തോടുകളിലും മലവെള്ള പ്രവാഹം. വെള്ളത്തോടൊപ്പം മണ്ണും മരക്കൊമ്പുകളും ഒഴുകിയെത്തിയത് ആശങ്ക പരത്തി. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം. നാട്ടിൽ മഴ തുടങ്ങിയപ്പോഴേക്കും തന്നെ ഒലിപ്പുഴയിലും കല്ലൻപുഴയിലും കുത്തൊഴുക്ക് ശക്തമായതാണ് ആശങ്ക പരത്തിയത്. മലയോരത്ത് പെയ്ത കനത്ത മഴയായിരുന്നു കാരണം. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പുഴ നിറയുകയും മാമറ്റ പാലം വെള്ളത്തിൽ മുങ്ങുകയും ചെയ്തു. പലയിടത്തും വെള്ളം കയറി. ഗാൻഗാഫ് റോഡിലും പുന്നക്കാടും മറ്റും പുഴ ഗതി മാറുകയും ചെയ്തു. എന്നാൽ വൈകാതെ മഴ ശമിക്കുകയും ജലനിരപ്പ് താഴുകയും ചെയ്തതോടെ ആശങ്കയൊഴിഞ്ഞു. ഓൺലൈൻ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവൃത്തികൾക്കായി ലവോസിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. 2ാം പ്രതി പള്ളുരുത്തി കടേഭാഗം കണ്ടത്തിൽ പറമ്പിൽ ബാദുഷയാണ് തോപ്പുംപടി പോലീസിന്റെ പിടിയിലായത്. കേസിൽ കഴിഞ്ഞ ദിവസം പള്ളുരുത്തി തങ്ങൾ നഗർ സ്വദേശി അഫ്സർ അഷ്റഫിനെ പിടികൂടിയിരുന്നു. ഇയാൾ കേരളത്തിൽ നിന്ന് കയറ്റി അയക്കുന്നവരെ ലാവോസിലെത്തിയ ശേഷം തട്ടിപ്പ് കേന്ദ്രത്തിലേക്ക് കൈമാറിയിരുന്നത് ബാദുഷയാണ്. 1ാം പ്രതി ലാവോസിലുണ്ടായിരുന്ന സമയത്ത് ബാദുഷയും അവിടെയുണ്ടായിരുന്നു. അഫ്സർ അഷ്റഫ് നാട്ടിൽ മടങ്ങിയെത്തിയ ശേഷം ബാദുഷയുമായി ചേർന്നാണ് മനുഷ്യക്കടത്ത് നടത്തിയിരുന്നതെന്നും പോലീസ് പറഞ്ഞു. 1ാം പ്രതി അഫ്സറിനെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2ാം പ്രതിയുടെ അറസ്റ്റ്. ഇരുവരുടെയും വീടുകളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. ലവോസിൽ ഓൺലൈൻ തട്ടിപ്പ് കേന്ദ്രത്തിലുള്ളവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ഇതിനകം ശേഖരിച്ചിട്ടുണ്ട്. ഇവരെ നാട്ടിലേക്ക് തിരികെ എത്തിക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ
മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.